കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികൾ റിമാൻഡിൽ. ജയിലിൽ കഴിയുന്ന അജ്മലിനും ഡോക്ടർ ശ്രീകുട്ടിക്കുമായി ശാസ്താംകോട്ട പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി അപകട സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇവരെ ശാസ്താംകോട്ട കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. നേരത്തെ അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ്. സമീപകാലത്താണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെടുന്നതും ഈ സൗഹൃദം വളരുന്നതെന്നും പോലീസ് പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്നാണ് ശ്രീകുട്ടി മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയത്. അജ്മൽ ഓടിച്ച കാറിടിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത്. റോഡിൽ തെറിച്ചു വീണ ഇവരുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കുകയായിരുന്നു. കുഞ്ഞുമോൾ വീണപ്പോൾ രക്ഷപ്പെടുത്താൻ തുനിയാതെ അജ്മൽ കാർ ശരീരത്തിലൂടെ മുന്നോട്ടെടുത്തു. അപകടം കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ ഇവിടേക്ക് ശ്രദ്ധിക്കുകയും പാഞ്ഞെത്തുകയും ചെയ്തു. വാഹനം മുന്നോട്ടെടുക്കരുത്, നിർത്തൂ എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞെങ്കിലും നാട്ടുകാരെ മറികടന്ന് അവരുടെ കയ്യിൽപ്പെടാതെ ഡ്രൈവർ അതിവേഗം കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. കാർ കുറച്ചുകൂടി മുന്നോട്ട് പോയെങ്കിലും നാട്ടുകാരുടെ കൂട്ടായ ശ്രമഫലമായി കാർ നിർത്തിക്കാനായി. എങ്കിലും നാട്ടുകാരെ കബളിപ്പിച്ച് അജ്മൽ രക്ഷപ്പെടുകയും വനിതാ ഡോക്ടർ ഓടി അടുത്തുള്ള വീട്ടിലേക്ക് കയറുകയും ചെയ്തു. പിന്നാലെ യുവതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുഞ്ഞുമോൾ സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ച ബന്ധു ഫൗസിയയും പരിക്കുകളോടെ ചികിത്സയിലാണ്. നേരത്തെ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെത്തിയിരുന്നു. വാഹനത്തിൽ ഇവരെ കൂടാതെ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവോണ ദിവസം മറ്റൊരു വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്ന മുഹമ്മദ് അജ്മലിനെ ശൂരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയത്. അജ്മൽ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിരുന്നെങ്കിലും ഈ കേസുകളിലെല്ലാം ജാമ്യം നേടിയിരുന്നു. അപകടത്തിന് പിന്നാലെ കാർ മുന്നോട്ടെടുക്കാൻ പ്രധാന പ്രതിയായ അജ്മലിനോട് ആക്രോശിച്ചത് ഡോക്ടർ ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയതെന്നും പ്രതി പറയുന്നു. പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചത്. ഇതോടെ ഇരുവരും മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു.